ഓരോ ദിവസം അങ്ങനെ ഞങ്ങൾ എണ്ണി എണ്ണി തീർക്കും. അടുത്ത ലീവ് കിട്ടിയിട്ട് തിരിച്ചൊന്ന് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഫ്ലോ സ്റ്റേറ്റ് എന്ന് കേട്ടിട്ടുണ്ടാരെങ്കിലും ഐൻസ്റ്റീൻ പറഞ്ഞ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് നേരം നിങ്ങൾ നല്ല ചൂടുള്ള ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ നിങ്ങളുടെ വിരലൊന്ന് വെച്ച് നോക്കുകൊണ്ട് നിങ്ങൾക്ക് ആ 1 മിനിറ്റ് 1 മണിക്കൂർ പോലെ തോന്നും. ഇനി 1 മണിക്കൂർ നേരം നിങ്ങൾ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടീൻ്റെ കൂടെ ഇരുന്നിട്ട് ഒന്ന് സംസാരിച്ച് നോക്കുള്ളൂ. നിങ്ങൾക്ക് ആ 1 മണിക്കൂർ 1 മിനിറ്റ് പോലൊക്കെ തോന്നുള്ളൂ. നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സമയം പോണത് അറിയില്ല. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ PG പഠിക്കുന്ന സമയത്ത്, ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പം എന്നെ കോൾ ചെയ്തു നാട്ടിൽ. ഞാൻ അന്ന് ഫൈനൽ ഇയർ ആണ്, നല്ല ചില്ല് വൈബ്, നല്ല സെറ്റ് ക്യാമ്പസ് ലൈഫ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയമായിരുന്നു. അന്ന് ഇപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചു, മോനെ നീ കുറേ ഇല്ലേ പോയിട്ട്, നാട്ടിലൊക്കെ വരാനായി ചോദിച്ചു. അതിൽ ഞാൻ പറഞ്ഞു, എന്താ നിങ്ങൾ ഈ പറയണത്, ഞാൻ പോയിട്ട് ആകെ 1.5 മാസമായിട്ടുള്ളൂ പറഞ്ഞു. അതിൽ പറഞ്ഞു 1.5 മാസമോ, ഈ പോയിട്ട് 5-6 മാസമായിരുന്നു. അപ്പം ഞാൻ ആകെ അന്തം വിട്ട്. ഞാൻ പോയിട്ട് ശരിക്കും 5-6 മാസമായിട്ടുണ്ടായിരുന്നു. അന്ന് ഇപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് അവിടെ നല്ല ക്യാമ്പസ് ലൈഫ് ആണെന്നുണ്ടെങ്കിൽ ഈ അവിടെ 6 മാസം നിന്നാലും എനിക്ക് 1 മാസം പോലെ തോന്നുള്ളൂ. അല്ല എനിക്കവിടെ ബാഡാണ്, മോശമായിട്ടുള്ള ലൈഫാണെന്നുണ്ടെങ്കിൽ ഈ അവിടെ 1 മാസം നിന്നാൽ തന്നെ എനിക്ക് 6 മാസം 1 കൊല്ലം നിന്ന് ഫീലേക്കായിരുന്നു. അവസാനമായിട്ട് ഇപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞങ്ങളൊക്കെ പണ്ട് ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം പോകുന്നത് ഒരാഴ്ച പോണ പോലെയൊക്കെ, ഒരാഴ്ച പോണത് 1 മാസം പോണ പോലെയൊക്കെ, 1 മാസം പോണത് 1 കൊല്ലം പോണ പോലെയൊക്കെയാണ്. ഓരോ ദിവസം അങ്ങനെ ഞങ്ങൾ എണ്ണി എണ്ണി തീർക്കും. അടുത്ത ലീവ് കിട്ടിയിട്ട് തിരിച്ചൊന്ന് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുഞ്ഞിക്ക ദുൽഖർ സൽമാൻ പറഞ്ഞതുപോലെ ഈ പ്രവാസികളൊരു വല്ലാത്ത സംഭവമാണ് കേട്ടോ.